സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾക്ക് എക്കണോമിക്സിലെ മൂന്നാമത്തെ അധ്യായം LPG എന്ന ഷോർട്ട് ഫോമിലാണ് ഈ ചാപ്റ്റർ അറിയപ്പെടുന്നത്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു അവലോകനം, അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. 1991 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അധ്യായത്തിൽ 91 മുതൽ ഇങ്ങോട്ടുള്ള സാമ്പത്തിക നയങ്ങളെക്കുറിച്ച്, സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം, അതായത് ന്യൂ ഇക്കണോമിക് പോളിസി, ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആയിരുന്നു. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. എന്തിനാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ 1991 നടപ്പാക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായത്? അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെയൊരു നയം നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച പശ്ചാത്തലം എന്തായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. വൈ ഇന്ത്യ റിസോർട്ട് ടു ന്യൂ ഇക്കണോമിക് പോളിസി. അതായത് 1991 അല്ലെങ്കിൽ 90 കാലഘട്ടങ്ങളിൽ ഇന്ത്യ അസാധാരണമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയുണ്ടായി. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് 1991 ഇന്ത്യയിൽ LPG എന്ന പേരിലുള്ള പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുണ്ടായ സാഹചര്യം നോക്കാം നമ്മൾക്ക്. 1. ദർ വാസ് എ ഫോൾ ഇൻ ദ എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ്. അതായത് 1991 കാലഘട്ടങ്ങളിലുണ്ടായ ഗൾഫ് മേഖലയിലെ യുദ്ധങ്ങൾ മൂലം ഗൾഫിലേക്കുള്ള നമ്മുടെ രാജ്യത്തിലെ കയറ്റുമതി കുറയുകയുണ്ടായി. അതുമാത്രമല്ല, ഗൾഫ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ബിൽ ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ഹാവ് ഇൻക്രീസ്ഡ് അലാമിംഗ്ലി. അതായത് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കണ്ടമാനം കുതിച്ചു കയറുകയുണ്ടായി, കണ്ടമാനം വർദ്ധിച്ചു. അപ്പം അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, പെട്രോളിയം നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് കൂടുതൽ തുക നമ്മൾ കൊടുക്കേണ്ട ഒരവസ്ഥ വരികയുണ്ടായി ഗൾഫ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. അതുമാത്രമല്ല, ക്യാപിറ്റൽ ബിഗാൻ ടു ഫ്ലൈ ഫ്രം ദ കൺട്രി ഡ്യൂ ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരത കാരണം തന്നെ പല വിദേശ നിക്ഷേപങ്ങളും പിൻവലിക്കപ്പെട്ടു. വിദേശികളാരും ഇന്ത്യയിൽ വ്യവസായങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചില്ല. ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ കമ്മി ഉയരാൻ കാരണമായി. എന്താണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിലെ ചെലവ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് വർദ്ധിച്ചു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതായത് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ഇൻകം ഓർ റവന്യൂ, അതിനെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുക. ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയരാൻ കാരണമായി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് റിഫ്യൂസ്ഡ് ടു ക്രെഡിറ്റ്. ഇന്ത്യൻ കറൻസി വാസ് ലോ റേറ്റഡ്. പല വിദേശ ബാങ്കുകളും ഇന്ത്യക്ക് കടം കൊടുക്കാൻ താല്പര്യം കാണിച്ചില്ല. ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് റിഫ്യൂസ്ഡ് ടു ക്രെഡിറ്റ്. അതായത് ഒരു രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സാധാരണഗതിയിൽ വിദേശ ബാങ്കുകളെയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബാങ്കുകളെയോ ആണ് വായ്പയ്ക്ക് വേണ്ടി സമീപിക്കുക. എന്നാൽ ഈ സമയത്ത് ഇന്ത്യ വായ്പയ്ക്ക് വേണ്ടി സമീപിച്ചപ്പോൾ പല അന്താരാഷ്ട്ര ബാങ്കുകളും വായ്പ നൽകാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ കറൻസി വാസ് ലോ റേറ്റഡ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നതിനും അത് കാരണമായി എന്ന് പറയാം. കറൻസിയുടെ മൂല്യം കുറയുക. എന്താണ് ഈ കറൻസിയുടെ മൂല്യം കുറയുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് രൂപയുടെ മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ $1 നമ്മൾക്ക് വാങ്ങണമെങ്കിൽ 44 രൂപയാണ് നമ്മൾ ഇന്ത്യൻ കറൻസി കൊടുക്കേണ്ടി വരിക.
44 രൂപ കൊടുത്താൽ നമ്മൾക്ക് $1 കിട്ടും. അതിനെയാണ് വിനിമയ നിരക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തിനാണ് ഒരു രാജ്യത്തിന് വിദേശ കറൻസിയുടെ ആവശ്യം? വിദേശ കറൻസി എന്ന് പറയുന്നത് നമ്മളുടെ കൈവശം വിദേശ കറൻസി സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് വിദേശ കറൻസിയാണ്, അല്ലാതെ ഇന്ത്യൻ രൂപയല്ല അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ബില്ല് പേ ചെയ്യുന്നത് നമ്മൾ ഈ വിദേശ കറൻസിയുടെ രൂപത്തിലാണ്. അപ്പോൾ വിദേശ കറൻസി നമ്മളുടെ ശേഖരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വിദേശ കറൻസിയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ 1991 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുകയുണ്ടായി. രൂപയുടെ മൂല്യം ദിനംപ്രതി കുറഞ്ഞു വന്നു. NRIs began to withdraw their deposits. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഡെപ്പോസിറ്റുകൾ നമ്മളുടെ രാജ്യത്താണുള്ളത്. ഇന്ത്യക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നതിൻ്റെ അവരുടെ സമ്പാദ്യം മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. പക്ഷേ ഈ സമയത്ത് ഇന്ത്യക്കാരായ NRI ഡെപ്പോസിറ്റ്സ് പിൻവലിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇന്ത്യ വാസ് കമ്പൽഡ് ടു പ്ലഡ്ജ് ഹെർ ഗോൾഡ് വിത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ടു ഒബ്റ്റെയിൻ ലോൺ. അതായത് ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന സ്വർണം പോലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയപ്പെടുത്തേണ്ട ഒരവസ്ഥ ഇന്ത്യക്ക് വന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയെ നടപ്പിലാക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യ അന്താരാഷ്ട്ര ബാങ്കുകളായ IMF, അതുപോലെ തന്നെ IBRD, IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് അതിനെ പറയും. അതുപോലെ തന്നെ IBRD എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കാണ്, ലോക ബാങ്ക്. ഈ 2 ബാങ്കുകളെയും ഇന്ത്യ സമീപിക്കുകയുണ്ടായി. വായ്പക്കായി സമീപിച്ചു. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ലിബറലൈസേഷൻ നടപ്പിലാക്കണം, അതായത് ഉദാരവൽക്കരണ നയം നടപ്പിലാക്കണം എന്ന ഉപാധിയോടെ $700 കോടി ഈ ബാങ്കുകൾ, അതായത് IMFഉം അതുപോലെ തന്നെ IBRD വേൾഡ് ബാങ്കും വായ്പ കൊടുക്കാൻ അനുവദിച്ചു. ഈ ഉപാധിയോടെയാണ് വായ്പ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഈ 2 നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇന്ത്യയിൽ LPG എന്ന പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം 1991 നടപ്പിലാക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നിങ്ങൾ 1991 സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്ന് ഗൾഫ് മേഖലകളുടെ യുദ്ധങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറിയതും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിദേശ കറൻസിയുടെ ശേഖരം കുറഞ്ഞു വന്നതും ഈ കാരണങ്ങളൊക്കെയാണ്. അത് ഫിസ്ക്കൽ കമ്മി ഉയർന്നതും ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഇനി ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ് നടപ്പിലാക്കിയത് ഇന്ത്യയിൽ. ആ 3 നയങ്ങളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൻ്റെ 3ൻ്റെയും ഫസ്റ്റ് ലെറ്റർ ചേർത്താണ് നമ്മൾ LPG എന്ന പേരിൽ ആ സാമ്പത്തിക നയത്തെ പറയുന്നത്, LPG. ഇനി എന്താണ് ലിബറലൈസേഷൻ എന്ന് നോക്കാം. അതായത് അനാവശ്യമായ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ നിന്നും അല്ലെങ്കിൽ തടസ്സങ്ങളിൽ നിന്നും വ്യാപാരത്തെ മോചിപ്പിക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. Liberalization means liberating the economy from unwanted government controls and restrictions. അതായത് അനാവശ്യമായി ഗവൺമെൻറ് ഇടപെട്ടാൽ എന്താണ് സംഭവിക്കുക? കാര്യക്ഷമതയില്ലായ്മ വരാം, അഴിമതി ഉണ്ടാകാം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ വിവിധ മേഖലകളിലെ ഇത്തരം തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ആവിഷ്കരിച്ചിട്ടുള്ളതാണ് ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്ന ഈ പോളിസി. ഈ ലിബറലൈസേഷൻ പോളിസി പ്രധാനമായും നടപ്പിലാക്കിയത് 4 മേഖലകളിലാണ്, 4 സെക്ടർ റിഫോംസിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്ന് നികുതി പരിഷ്കാരങ്ങളുടെ രൂപത്തിലാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ നടപ്പിലാക്കിയത് ഒന്ന് ടാക്സ് റിഫോംസ് ആണ്. ടാക്സിലാണ് ലിബറലൈസേഷൻ നടപ്പിൽ വരുത്തിയത്, നികുതിയിലാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത് ഒന്ന്. അപ്പോൾ എന്തൊക്കെയാണ് നികുതി പരിഷ്കാരങ്ങൾ എന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. ഒന്ന്, റിഡക്ഷൻ ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്സ്. വ്യക്തിഗത വരുമാന നിരക്ക് അല്ലെങ്കിൽ വ്യക്തിഗത വരുമാന നികുതി കുറയ്ക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് വരുമാന നികുതി അടക്കുന്നത്, അതായത് വ്യക്തിഗത വരുമാന നികുതി അടക്കുന്നത് ഇപ്പോൾ 5 ലക്ഷം, ഒരു വർഷം 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായും നികുതി അടക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് നികുതിയായി കൊടുക്കേണ്ടത്. ആ ഒരു നിരക്ക് കുറച്ചു, വരുമാന നികുതി കുറയ്ക്കുകയുണ്ടായി. അതായത് കൂടുതൽ ഉദാരമായ നയങ്ങൾ നികുതി മേഖലയിൽ കൊണ്ടുവന്നു 91-ലെ ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ കോർപ്പറേറ്റ് ടാക്സ്, അതായത് വിവിധ കമ്പനികൾ കൊടുക്കുന്ന ടാക്സിനെയാണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ടാക്സിലും ഇളവ് വരുത്തി, കമ്പനി നികുതിയും കുറച്ചു. റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി, റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടി. എന്താണ് ഈ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇപ്പോൾ നമ്മൾ വിദേശത്ത് നിന്നും വരുന്ന ആളുകൾ ഒരു പരിധിയിൽ കൂടുതൽ സാധനങ്ങൾ വിദേശത്ത് നിന്നും കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഡ്യൂട്ടി ചുമത്തും, നികുതി ചുമത്തും. ആ നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും സ്വർണ്ണമൊക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് എക്സൈസ് ഡ്യൂട്ടി, എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ളത് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി, അത് എക്സൈസ് ഡ്യൂട്ടിയും കുറച്ചു, കസ്റ്റംസ് ഡ്യൂട്ടിയും കുറച്ചു. അതായത് നികുതി മേഖലയിൽ പലവിധ ഇളവുകൾ കൊടുത്തു എന്ന് തന്നെ പറയാം ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി നടപ്പിൽ വരുത്തി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ടാക്സ് എന്ന നിലയിലാണ് GST നടപ്പിൽ വരുത്തിയത്. അപ്പോൾ GSTയും നടപ്പിൽ വരുത്തി. ഇതാണ് ടാക്സ് റിഫോംസ്. അപ്പോൾ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടാക്സ് ലെവീഡ് ഓൺ ഗൂഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ കൺട്രി. കസ്റ്റംസ് ഡ്യൂട്ടി ലെവീഡ് ഓൺ ഗൂഡ്സ് ഇമ്പോർട്ടഡ് ഫ്രം എബ്രോഡ്. GST മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ്സ് ഇംപ്ലിമെൻറ്റഡ് ഓൺ 1st July 2017. ശരിക്കും അത് ഗുഡ്സ് ആൻഡ് ആരംഭിച്ചെങ്കിലും അത് നടപ്പിൽ വരുത്തിയത് 2017 ജൂലൈയിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിൽ വരുത്തിയത്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. ഇനി ധനകാര്യ മേഖലയിൽ വന്ന പരിഷ്കാരങ്ങൾ. നികുതി മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, അതായത് ധനകാര്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ധനകാര്യ മേഖലയിൽ വന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഒന്ന്, ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. അതായത് ശാഖകൾ, ചില നിബന്ധനകൾ പൂർത്തീകരിക്കുന്ന ബാങ്കുകൾക്ക് ശാഖകൾ തുടങ്ങാൻ അനുമതി കൊടുത്തു. ബ്രാഞ്ചസ് തുടങ്ങുന്നതിന് അനുമതി കൊടുക്കുക. ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. ശരിക്കും ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ധനകാര്യ മേഖല പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBI, റിസർവ് ബാങ്ക്, അതായത് സെൻട്രൽ ബാങ്ക്. ഈ സെൻട്രൽ ബാങ്കാണ് ഇന്ത്യയിലെ ധനകാര്യ മേഖലയിലെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത്. എന്നാൽ 1991 ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വരുത്തി. അതിലൊന്നാണ് ചില നിബന്ധനകൾ പൂർത്തീകരിക്കുന്ന ബാങ്കുകൾക്ക് എത്ര ശാഖകൾ വേണമെങ്കിലും തുടങ്ങാമെന്നുള്ള ഒരു അനുമതി കൊടുക്കുകയുണ്ടായി. മറ്റൊന്ന്, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്.
അതായത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് പുതിയ തലമുറയിലെ ബാങ്കുകൾ, അതായത് HDFC, ICICI, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾക്ക് അനുമതി കൊടുക്കുകയുണ്ടായി. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകൾക്ക് അനുമതി കൊടുത്തു. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ആണ് നോക്കേണ്ടത്. വ്യാവസായിക മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് വ്യാവസായിക മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ? ലൈസൻസിങ്, അതായത് ലൈസൻസിങ് നിർത്തലാക്കി. ലൈസൻസിങ് നിർത്തലാക്കി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാധാരണഗതിയിൽ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ, ഒരു രാജ്യത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ ഗവൺമെൻറ് അധികാരികളുടെ പക്കൽ നിന്നും ഒരു ലൈസൻസ് വാങ്ങണമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല വ്യവസായങ്ങളും സ്വകാര്യ മേഖലയിൽ അനുവദിച്ചിരുന്നില്ല. വില നിർണ്ണയത്തിലും ഗവൺമെൻറ് ഇടപെട്ടിരുന്നു. എന്നാൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ മുകളിൽ ഇപ്പോൾ പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ലൈസൻസിങ് നിർത്തലാക്കി. അതായത് മദ്യം, സിഗരറ്റ്, അതുപോലെ തന്നെ ആപൽക്കരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ഔഷധങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില വ്യവസായങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവയെ എല്ലാം ലൈസൻസിങ്ങിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ വ്യവസായങ്ങൾ ഒഴിച്ച് ഏത് വ്യവസായം തുടങ്ങണമെങ്കിലും ലൈസൻസ് നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും അത്തരം വ്യവസായങ്ങൾ തുടങ്ങാം. ഇതൊഴികെയുള്ളത് മദ്യം, സിഗരറ്റ്, രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ഔഷധങ്ങൾ, ഇതൊഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ലൈസൻസ് വാങ്ങണം എന്നുള്ള നിബന്ധന ഒഴിവാക്കി. അതാണ് വ്യാവസായിക മേഖലയിൽ വന്ന പ്രധാന ഒരു പരിഷ്കാരം. മറ്റൊന്ന് റിസർവേഷൻ, സംവരണം വെട്ടിക്കുറക്കുക. സംവരണം വെട്ടിക്കുറക്കുക എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി സംവരണം ചെയ്തിരുന്ന ചില വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിന് മാത്രം നീക്കിവെച്ച ചില വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേശരക്ഷാ ഉപകരണങ്ങൾ, അതായത് ഡിഫൻസ്, ഒരു രാജ്യത്തിൻ്റെ രക്ഷ ഉറപ്പിക്കുന്ന ഡിഫൻസ്, പ്രതിരോധം തീരുമാനിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളുണ്ട്. ഇപ്പോൾ തോക്ക്, ആയുധ നിർമ്മാണ ഫാക്ടറികൾ, അതുപോലെ തന്നെ അണുശക്തി, ആണവ നിലയങ്ങൾ, റെയിൽവേ, ഇങ്ങനെയുള്ള ഒരുപാട് ഇതുകൂടാതെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, ഗവൺമെൻറ്റിൻ്റേത് മാത്രമായിരുന്നു. എന്നാൽ 91 സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള പൊതുമേഖലയ്ക്കായി മാത്രം സംവരണം ചെയ്ത വ്യവസായങ്ങളുടെ എണ്ണം ചുരുക്കി. എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ ആണവ നിലയങ്ങളും അതുപോലെ തന്നെ ഡിഫൻസ്, പ്രതിരോധ നിർമ്മാണ വസ്തുക്കളും നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഒഴിച്ച് ബാക്കിയൊക്കെ, റെയിൽവേയും ചെറിയ തോതിൽ സ്വകാര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. എങ്കിലും റെയിൽവേ നമ്മൾക്ക് കൂടുതലായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മേഖലകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. ഗവൺമെൻറ് മാത്രം സംവരണം ചെയ്തത് ഈ 3 മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്ക് കൂടി അനുമതി കൊടുക്കുകയുണ്ടായി. അതിനെയാണ് സംവരണം വെട്ടിക്കുറക്കുക അല്ലെങ്കിൽ റിസർവേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് കുത്തക നിയമം, അതായത് MRTP, അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ. MRTP കുത്തക നിയമം, വിദേശ നാണ്യ നിയമത്തെയാണ് ഫിറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് രണ്ടിലും മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതായത് ലൈസൻസിങ് നിർത്തലാക്കി, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് മാത്രം സംവരണം ചെയ്തിരുന്ന ചില വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കി, അത് സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുടങ്ങാമെന്നുള്ള അനുമതിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ് നോക്കേണ്ടത്. വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഞാൻ പറഞ്ഞു, വിദേശ വിനിമയം എന്ന് പറയുന്നത് ആഭ്യന്തര കറൻസിയെ വിദേശ കറൻസിക്ക് വേണ്ടി വിനിമയം ചെയ്യുന്ന നിരക്കിനെയാണ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. അതായത് വൺ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് മീൻസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ.
നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ $1 ഇന്ത്യയുടെ 44 രൂപ വിനിമയം ചെയ്യുന്നതിനെയാണ് വിനിമയ നിരക്കെന്ന് പറയുന്നത്. വിനിമയ നിരക്കിൽ മാറ്റം വരും. അത് ചെറിയ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ $1 കിട്ടാൻ നമ്മൾ ഇത്രയും രൂപ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയുന്നു. മൂല്യം കുറവാണ് നമ്മളുടെ രൂപക്ക്. ഇന്ത്യൻ റുപ്പി വാസ് ഡിവാല്യൂഡ് അഗെയിൻസ്റ്റ് ഫോറിൻ കറൻസീസ്. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ വരുന്നത്. ഒന്ന്, ഇന്ത്യൻ റുപ്പി ഡിവാല്യൂ ചെയ്യുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കുക. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് പരിഷ്കാരം. ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരം ഇതായിരുന്നു. മറ്റൊന്ന്, മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ചിരുന്നത് മുമ്പൊക്കെ ഗവൺമെൻറ് ആണെങ്കിൽ ഈ 91 പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വിനിമയ നിരക്ക് നിശ്ചയിച്ചിരുന്നത് കമ്പോളമാണ്. കമ്പോളത്തിലെ ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് ഈ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത്. അതായത് ചോദന പ്രധാന ശക്തികൾ. അല്ലാതെ ഗവൺമെൻറ്റിന് അവിടെ റോളില്ല. വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് കറൻസിയുടെ ഡിമാൻഡിനും കറൻസിയുടെ സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലിബറലൈസേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ ലിബറലൈസേഷൻ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം അൺവാണ്ടഡ് ഗവൺമെൻറ് കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അതിൽ ലിബറലൈസേഷൻ പ്രധാനമായും 4 മേഖലകളിലാണ് ലിബറലൈസേഷൻ വരുത്തിയത്. ഒന്ന് നികുതി മേഖലയിൽ. അപ്പോൾ ടാക്സ് റിഫോംസ് ഏതൊക്കെയാണെന്ന് എഴുതുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ എന്തൊക്കെയാണെന്ന് നോക്കുക, ധനകാര്യ മേഖലയിലെ മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, വ്യാവസായിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ, വിദേശ വിനിമയ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ. ഇത്രയുമാണ് ലിബറലൈസേഷൻ പോളിസിയിൽ പ്രധാനമായിട്ടും എഴുതേണ്ടത്. ഇനി പ്രൈവറ്റൈസേഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. അതായത് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് ലിബറലൈസേഷൻ മാത്രമല്ല, പ്രൈവറ്റൈസേഷനും അതുപോലെ ഗ്ലോബലൈസേഷനും ഉണ്ട്. എന്താണ് പ്രൈവറ്റൈസേഷൻ? അതായത് ഡീനാഷണലൈസേഷൻ എന്നും ഇതിനെ പറയാം. പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഡീനാഷണലൈസേഷൻ. Privatization refers to a process that reduces the participation of the state or public sector in economic activities of a country. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുക, അതിനെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സ്വകാര്യവൽക്കരണം നടത്തുന്നത് പ്രധാനമായിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന പ്രക്രിയയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിർനിക്ഷേപം നടത്തുന്നത്? എന്തിനാണ്? അതായത് സ്വകാര്യ മേഖലയ്ക്ക് കൂടി അതിൻ്റെ ഓഹരികൾ വിൽക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. റേസിംഗ് റവന്യൂ ഓഫ് ഗവൺമെൻറ് ഫ്രം സെയിൽ ഓഫ് ഷെയർസ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അതിലൂടെ ആ ഓഹരി വിൽപ്പനയിലൂടെ കുറച്ച് തുക സമാഹരിക്കാൻ കഴിയും. അതുമാത്രമല്ല, ബെറ്റർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ ത്രൂ ബെറ്റർ മാനേജ്മെൻറ്റ് ടെക്നിക്സ്. സ്വകാര്യ മേഖലയ്ക്ക് ഓഹരികൾ വിൽക്കുക വഴി ആ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. ഉൽപ്പാദനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പോൾ ഇതാണ് സ്വകാര്യവൽക്കരണത്തിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുക, അവിടെ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി കൊടുക്കുക. ഇതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഓഹരികൾ, ഷെയർസ് ആർക്ക് കൊടുക്കുക? സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുക. അതിലൂടെ ഗവൺമെൻറ്റിന് വരുമാനം നേടാം. അതുമാത്രമല്ല, ആ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ കാര്യക്ഷമതയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ കഴിയും.
ഇനി ഗ്ലോബലൈസേഷൻ എന്താണെന്ന് നോക്കാം. ആഗോളവൽക്കരണം, അതായത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന പ്രതിഭാസമാണ് ആഗോളവൽക്കരണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എൻ ഇക്കോണമി വിത്ത് ഗ്ലോബൽ ഇക്കോണമി. അതായത് സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും പരിണിത ഫലം എന്ന് തന്നെ പറയാം നമ്മൾക്ക് ആഗോളവൽക്കരണത്തെ. ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ ഇല്ലാത്ത ഒരു ലോകമാണ് ആഗോളവൽക്കരണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ആഗോളവൽക്കരണത്തിലൂടെ നടപ്പാകുന്നത് ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എൻ ഇക്കോണമി വിത്ത് ഗ്ലോബൽ ഇക്കോണമി. ലോകരാജ്യങ്ങളെ ഏകീകരണം. Globalization brings the world into one whole or creates a borderless world. അതായത് അതിർത്തികളില്ലാത്ത, അതായത് ആഗോളവൽക്കരണം രാജ്യത്തിൻ്റെ അതിർത്തികൾ ഇല്ലാതാക്കി ലോകത്തെ ഒന്നാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചറാണ് എൻകറേജിങ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ട്രേഡും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും വിദേശ വ്യാപാരത്തെയും വിദേശ നിക്ഷേപത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കും. ഏത്? ആഗോളവൽക്കരണം. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും ഇനി ഇന്ത്യയിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു പ്രക്രിയയാക്കി മാറ്റുക ഇന്ത്യയെ. അതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ആഗോളവൽക്കരണത്തിൻ്റെ ഒരു അനന്തരഫലം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നതാണ് ഔട്ട്സോഴ്സിങ്. എന്താണ് ഈ ഔട്ട്സോഴ്സിങ്? പുറം കരാർ ജോലി എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. ഔട്ട്സോഴ്സിങ് അതായത് ഒരു രാജ്യം അതിൻ്റെ ചില ജോലികൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു കിട്ടാൻ ഔട്ട്സോഴ്സിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വാർത്താവിനിമയ രംഗത്തെ സാധ്യതകളുടെ സൃഷ്ടിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധ സേവനങ്ങൾ വിദേശ രാജ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനകരമാണ്. ഇപ്പോൾ നിയമപരമായ ഉപദേശങ്ങൾ, കമ്പ്യൂട്ടർ സേവനങ്ങൾ, പരസ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഔട്ട്സോഴ്സിങ്ങിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഇറ്റ് മീൻസ് സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു അനന്തരഫലമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഔട്ട്സോഴ്സിംഗ്? അതായത് വികസിത രാജ്യങ്ങൾ അവർക്കാവശ്യമായ ജോലികൾ വികസ്വര രാജ്യങ്ങളിലെ തൊഴിൽ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി നടത്തുന്നതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ഹബ്ബ് അല്ലെങ്കിൽ പറുദീസയാണ് ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, പല വിദേശ രാജ്യങ്ങളും ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി, അതായത് അവരുടെ ചില കമ്പനികളുടെ വർക്കിന് വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കുന്നു. കരാറടിസ്ഥാനത്തിൽ ചില ജോലികൾ ഇന്ത്യയിലെ കമ്പനികൾക്ക് കൊടുക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? കാരണം ഇന്ത്യയിൽ ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്. കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഇഷ്ടംപോലെ ഇന്ത്യയിലുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഉള്ള ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ ഔട്ട്സോഴ്സിങ്ങിനുള്ള ഒരു ഹബ്ബ് അല്ലെങ്കിൽ പറുദീസ എന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ വൈ ഇന്ത്യ ബിക്കെയിം എ മേജർ ഹബ് ഓഫ് ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ്? ഒന്ന്, ലോ വേജ് റേറ്റ്, കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ത്യയിലുള്ളത് കൊണ്ട്.
അതുപോലെ തന്നെ ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, തൊഴിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ ഇഷ്ടംപോലെ ഇന്ത്യയിലുണ്ട്. വിവിധ തൊഴിലിൽ പ്രാവീണ്യം നേടിയ ആളുകൾ. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് പരിജ്ഞാനം ഉള്ള ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ പല ജോലികൾക്ക് വേണ്ടിയും ഇന്ത്യൻ കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ IT മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഔട്ട്സോഴ്സിങ് കണ്ടുവരുന്നത്. പല വിദേശ കമ്പനികളും IT സംബന്ധമായ കാര്യങ്ങളൊക്കെ കരാർ അടിസ്ഥാനത്തിൽ ചെയ്യിക്കുന്നത് ഇന്ത്യൻ കമ്പനികളെയാണ്. അതിപ്പോൾ റെക്കോർഡ് കീപ്പിങ്ങിനാണെങ്കിലും ബാങ്കിങ് സേവനങ്ങൾക്കാണെങ്കിലും മ്യൂസിക് റെക്കോർഡിങ്, ഫിലിം എഡിറ്റിങ്, ക്ലിനിക്കൽ അഡ്വൈസിന് വേണ്ടി, അതുപോലെ തന്നെ ടീച്ചിങ് പർപ്പസിന് വേണ്ടിയൊക്കെ ഇന്ത്യയെ ഔട്ട്സോഴ്സിങ് കേന്ദ്രമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്സോഴ്സിങ് എന്ന് ചോദിച്ചാൽ, ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഔട്ട്സോഴ്സിങ്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ അനന്തരഫലമാണ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ കരാർ ജോലി എന്ന് പറയുന്നത്. ഇനി ഔട്ട്സോഴ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്, അതായത് വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ പല വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളായ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അവരുടെ ചില ജോലികൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ കേന്ദ്രമായി മാറാനുള്ള കാരണം എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരായ ആളുകൾ, അതുപോലെ തന്നെ കുറഞ്ഞ വേതനം, തൊഴിൽ വൈദഗ്ധ്യം, ഇംഗ്ലീഷ് പരിജ്ഞാനം. ഇനി ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താണ് WTO എന്ന് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയാണ് നമ്മൾ WTO എന്ന് പറയുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995. 1995 ലോക വ്യാപാര സംഘടന, WTO എന്ന് പറഞ്ഞാൽ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത്. ഇത് GATT എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് ഈ WTO സ്ഥാപിതമായത്. അതായത് WTO 1995 നിലവിൽ വന്നതെങ്കിൽ അതിൻ്റെ മുൻപ് ഈ WTO മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് GATT എന്ന പേരിലാണ്. അതായത് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് GATT. ഈ GATT സ്ഥാപിതമായത് 1948 ജനീവയായിരുന്നു അതിൻ്റെ ആസ്ഥാനം. 23 രാജ്യങ്ങളായിരുന്നു GATTൽ അംഗമായിരുന്നത്. അപ്പോൾ ലോക വ്യാപാര സംഘടന എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ, ഈ സംഘടന നിലവിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എയിംസ്, ലക്ഷ്യങ്ങൾ എന്തായിരുന്നു WTOയുടെ? പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് നാഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തേക്കാൾ പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വ്യാപാര ശൃംഖലയെ പ്രോത്സാഹിപ്പിക്കുക. ടു എൻഷുർ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ് ആൻഡ് പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോക വിഭവങ്ങൾ സാധ്യമാകുന്നിടത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുക. റിമൂവ് താരിഫ്സ് ആൻഡ് നോൺ താരിഫ്സ് ടു ഫെസിലിറ്റേറ്റ് ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഓഫ് ഗുഡ്സ്. അനാവശ്യമായ വ്യാപാര നിയന്ത്രണങ്ങളൊക്കെ നീക്കി നിയമാധിഷ്ഠവും നീതിയുക്തവുമായ ഒരു വ്യാപാര സംവിധാനം ഉണ്ടാക്കുക. നിയന്ത്രണങ്ങളൊക്കെ നീക്കിക്കൊണ്ട് നല്ലൊരു വ്യാപാര സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ WTOയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ WTO നിലവിൽ വന്നത് 1995. അത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് GATT എന്ന പേരിലാണ്. GATT സ്ഥാപിതമായത് 1948. അപ്പോൾ ബഹുരാഷ്ട്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് WTO നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 1991 നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരമാണ് LPG എന്ന പേരിൽ അറിയപ്പെടുന്നത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലിബറലൈസേഷൻ നടപ്പിൽ വരുത്തിയത് ഏതൊക്കെ മേഖലകളിലാണെന്ന് നോക്കി. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് പഠിച്ചു. പ്രൈവറ്റൈസേഷൻ നടപ്പിൽ വരുത്തുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണെന്ന് പറഞ്ഞു. ഇനി ഗ്ലോബലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഗ്ലോബലൈസേഷൻ്റെ അനന്തരഫലമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു, പുറം കരാർ ജോലി.
ഇനി ഔട്ട്സോഴ്സിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കിയത് WTO ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വിവിധ അന്താരാഷ്ട്ര വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് സ്ഥാപിതമായ ഒരു സംഘടനയാണ്, അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ 3-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു.